ഗൈസ്, അപ്പൊ നമുക്ക് ചായയിൽ നിന്ന് തുടങ്ങാം. ഇത് നമ്മളെ ഹംന. ഇവിടെ ഏക സ്വഭാവം എന്താ, ചായ കിട്ടിയപാടോളം ചായ കുടിച്ചു തീർക്കും. പിന്നെ ഒരു റൗണ്ട് കൂടി അടിച്ചിട്ട് ക്ലാസ് അങ്ങോട്ട് ഫുള്ളാക്കും. അതിനും വേണം ഒരു കഴിവ്. സംഭവം ഏത്, എല്ലായിടത്തും ചായ ചോദിച്ചു ഓളെ ക്ലാസ് ഫുള്ളാക്കും. അങ്ങനെ ഓരോരുത്തരെ കഴിവും കണ്ട് നമ്മൾ നേരെ ഓഫീസിൽ നല്ല കുട്ടികളായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രിൻസിപ്പാൾ ഒന്ന് കാണും. അപ്പൊ കാര്യങ്ങളൊക്കെ ഡീലാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ കോളേജിൽ ഒരു സ്പെഷ്യൽ ദിവസം എന്താണെന്നറിയോ, വള്ളത്തോളിന്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ ആഘോഷിക്കാൻ കാരണം എന്താ, വെള്ളത്തോളിന്റെ വീട് നമ്മളെ കോളേജിന്റെ അടുത്താണ്. സത്യം പറയുകയാണെങ്കിൽ ഇത്രയും പ്രശസ്തമായ നാട്ടിലാണ് നമ്മുടെ കോളേജുള്ള കാര്യം ഇപ്പൊ അറിയും. അങ്ങനെ പിന്നെ സമാധാന സാഹിബൊക്കെ വന്ന് നമ്മുടെ പരിപാടിയൊക്കെ ഉഷാറാക്കി. മൂപ്പര് ഈ ഒരു വലിയൊരു പുസ്തകം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മുബഷിറും കൂടി ഹെൽപ്പ് ആക്കിയെന്ന്. അതിപ്പോ രണ്ടാൾ അറിയണല്ലോ. എല്ലാം കഴിഞ്ഞ് പിന്നെ നേരെ ഫുഡ് കഴിക്കാം. അങ്ങനെ ഫുഡ് കഴിക്കാൻ നേരത്താണ് മുബഷിറിന്റെ ഒരു സർപ്രൈസ്. കുറച്ച് പായസം കൊടുക്കണേ, റാഹത്തായി. അതാണ് സ്കൂട്ടിന് പുറത്ത് ഇങ്ങനെ റെസ്റ്റ് എടുക്കാന്നുള്ളത് ഇപ്പോഴാണ് ഞാൻ അറിയാം. അപ്പൊ അറിയാത്തവരൊന്ന് ടെസ്റ്റ് ചെയ്തോ. ഇന്ന് കോളേജ് പരിപാടി ആയതുകൊണ്ട് സ്വല്പം നേരത്തെ കോളേജിൽ നിന്ന് അങ്ങനെ സ്ഥിരം പോണ കഫേയിലേക്ക് യാത്ര തിരിച്ചു. ഇവിടുത്തെ ഹൈലൈറ്റ് തന്നെ സത്യം പറയുകയാണെങ്കിൽ ചായ ആണ്. ചായക്ക് എന്തോ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. ചായനെപ്പോൾ ഓർഡർ പ്രൈസും കഴിച്ചിരുന്നു. കഴിക്കുന്ന ടൈമിൽ വീഡിയോ എടുക്കാന്നുള്ളത് ഭയങ്കര ടാസ്ക്. കാരണം കഴിക്കൽ ഭയങ്കര സ്പീഡായിരിക്കും. അപ്പൊ നമ്മളെ മുബ എന്തിനാന്നറിയോ മോങ്ങണത്, കയ്യിലിരിപ്പ് അല്ലാതെന്താ. അവസാനം വരെ ഭയങ്കര സ്പീഡ് കഴിച്ചിട്ട് എനിക്ക് കുറച്ച് കിട്ടിട്ടുള്ളൂ എന്ന് അറിയാണ്ട് പാത്രം ഒന്ന് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചു. എന്ത് സ്പീഡിലെന്നോളെ പാത്രം കൊണ്ട് കഴിക്കലിന്റെ സ്പീഡ് കൊണ്ട് യൂണിഫോമിൽ കുറെ ഡെക്കറേഷൻ കിട്ടി. ഡ്രസ്സിന് മാണ്ടേ ഒരു എൻജോയ്മെന്റ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് മുബഷിറിന്റെ ദിവസം. ഓക്കെ, ബ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കില്ല.